ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. രുക്മിണി ഹരീഷിനെ ശ്രീലക്ഷ്മി അംഗീകരിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല മോനെ. ദൈവത്തെ സാക്ഷിയാക്കി ഞാൻ വാക്ക് പറഞ്ഞു. അതില് മുൻപന്തിയില എന്റെ മരുമകൻ ജയൻ. ഇവരെ എല്ലാവരെയും ആ രമ്യ സ്വാധീനിച്ച് അവളുടെ പക്ഷത്താക്കിയിരിക്കുക. എനിക്ക് വളരെ സീരിയസ് ആയ ഒരു കാര്യം വേണുവേട്ടനോട് ചോദിക്കാനുണ്ട്. എന്താ മാഡം? അല്ല, ഈ രാജു രമ്യൻ തമ്മിൽ എങ്ങനെയാ? അത് ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. അവന് അവളെ കാണുന്നതേ ഇഷ്ടമല്ല മാഡം. പിന്നെ ഒരു പെൺകുട്ടിയല്ലേ മാഡം. പ്രേമമാണെന്നും പറഞ്ഞ് ഏതു നേരവും ശല്യപ്പെടുത്തിയ അവനെന്ത് ചെയ്യാൻ പറ്റും? അവൻ 100 വട്ടം അവളോട് പറഞ്ഞിട്ടുണ്ട് അവളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലാന്ന്. പിന്നെന്തിനാ ഈ കുട്ടി രാജുവിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നേ? അതാ എനിക്ക് മനസ്സിലാവാത്ത. അല്ല, ഋതുമോള് രാധമ്മയുടെ മനമാറ്റം അറിഞ്ഞോ? അറിഞ്ഞു കാണുമല്ലോ. അവള് വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും അല്ലേ? അതൊന്നും കാര്യമാക്കാനില്ല. ഞാൻ ഋതുമോളെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചോളാം. ഈ കല്യാണം നടക്കണം വേണോട്ടാ. അതിനെന്താ വേണ്ടത്? അത് തന്നെയാണ് മാഡം ഞാനും ആലോചിക്കുന്നത്. തൽക്കാലത്തേക്കുള്ള എതിർപ്പേ രാധമ്മയ്ക്ക് കാണൂ. കല്യാണം കഴിയുമ്പോ അതൊക്കെ എങ്ങ് മാറിക്കോളും. കല്യാണം നടന്നു കഴിഞ്ഞാ സ്വാഭാവികമായിട്ട് അത് മാറുമല്ലോ. പക്ഷെ കല്യാണം എങ്ങനെ നടത്തിയെടുക്കും? അതാലോചിക്കാനാ ഞാൻ മാഡത്തിന്റെ അടുത്തേക്ക് വന്നത്. ഞാൻ ആലോചിച്ചിട്ട് ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ വേണുവേട്ടാ. എന്താ മാഡം? എന്റെ അമ്മ അവിടെ ഉണ്ടല്ലോ. അമ്മ അവിടെ ഉള്ളപ്പോ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. എല്ലാ നെഗറ്റീവിനെയും പോസിറ്റീവ് ആക്കാനുള്ള കഴിവ് അമ്മയ്ക്കുണ്ട്. രാധമ്മയും രമ്യയുടെ വീട്ടുകാരും തമ്മിൽ ആലോചിച്ച് കല്യാണ തീയതി വരെ നിശ്ചയിച്ചു എന്നാണ് എന്റെ അറിവ്. വേണുട്ടൻ എന്റെ അമ്മയെ വിളിച്ചു പറയണം, രമ്യയുടെ കല്യാണം നിശ്ചയിക്കുന്ന അതേ ദിവസം തന്നെ രാജുവിന്റെയും ഋതികയുടെയും കല്യാണ തീയതി കുറിക്കാൻ. അത് റിസ്ക് അല്ലേ മാഡം? ഒരു റിസ്കും ഇല്ല. രാജു ഋതിക മോളെ മാത്രമേ കല്യാണം കഴിക്കൂ. അതിനൊരു സംശയവും വേണ്ട. വേണുട്ടൻ സമാധാനമായിട്ട് പോ. ബാക്കി കാര്യങ്ങള് ഞാൻ ചെയ്തോളാം. ഞാൻ പോയിക്കോട്ടെ മാഡം. രാധമേ, രാധമേ. ആ, രമ്യയോ? എന്താ ഇത്ര രാവിലെ? അല്ല, എല്ലാവരും എവിടെ പോയി? അവരൊക്കെ അകത്തുണ്ട്. എന്താ കല്യാണക്കുറിയുടെ മോഡലാ. അയ്യോ, ഈ കല്യാണ പെണ്ണിന് ഉറക്കമൊന്നുമില്ലേ? എങ്ങനെ ഉറങ്ങാനാ? ഉറക്കം വരുമോ? പോ ജയേട്ടാ, കളിയാക്കാതെ. പിന്നെ ഇപ്പൊ കളയുന്ന ഉറക്കമൊക്കെ 2 പ്രസവിച്ച് കഴിയുമ്പോ ഉറങ്ങി തീർക്കാം. രാധമ്മ, ദേ നാണം കൊണ്ട് രമ്യ അട്ടയെ പോലെ ചുരുണ്ടു. അല്ല, ഇതെന്താ കുറിമാനമാണോ? ആ അതെ അമ്മേ. എവിടെ നോക്കട്ടെ. അടിപൊളി. ഇങ്ങനെ കൊള്ളാം, നല്ല മോഡൽ. കൊള്ളാം. എന്റെ കല്യാണത്തിന് കല്യാണക്കുറിയൊന്നും ഇല്ലായിരുന്നു. ഇറങ്ങി നടന്ന് വിളിയായിരുന്നു. 3 കര അടക്കി വിളിച്ചാ കല്യാണം നടത്തിയത്. 10,000 പേർക്ക് സദ്യ. തള്ള 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 തുടങ്ങിയേ. അയ്യോ, അതിതുപോലെ വാട്ടർ സാപ്പ് പ്രേമൊന്നുമല്ല. വാട്ടർ സാപ്പ് അല്ല, അതൊരു ആപ്പാ. എന്തായാലും ആപ്പ് വെച്ചുള്ള സംഗതിയല്ലേ.
ഞങ്ങള് കല്യാണം കഴിഞ്ഞ് തമ്മി നേരിൽ കാണുന്നത് 3 മാസം കഴിഞ്ഞാ. അയ്യോ അതെന്താ? നാണം. മുഖത്ത് നോക്കാൻ നാണായതുകൊണ്ട് ഒരു മുറിയിൽ ഒരുമിച്ച് ഉറങ്ങും, പക്ഷെ പരസ്പരം നോക്കത്തില്ല. നാണത്തോടെ ഇങ്ങനെ ഇരിക്കും. ദേന്നാ ഞാൻ പുള്ളിയെ വിളിച്ചോണ്ടിരുന്നത്. ദേന്നോ? ആ ഇവര് ഈ പറയുന്നതൊക്കെ പച്ച നുണയാട്ടോ. സത്യം ഞാൻ പറയാം. എന്നാ പറ. കാവിലെ അമ്പലത്തില് ഓട്ടത്തുള്ളൽ വന്നതാ എന്റെ അച്ഛൻ. ഇവര് തുള്ളൽ കാണാൻ പോയിട്ട് കയ്യും കലാശവും കാണിച്ച് അച്ഛനെ വളച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നു. പിന്നെ അച്ഛനെ അവരെ കല്യാണം കഴിച്ചു. അല്ല, അച്ഛൻ പിന്നെ ഓട്ടം തുള്ളലിനൊന്നും പോയില്ലേ? ഇല്ല, പിന്നെ അച്ഛൻ തുള്ളൽ മുഴുവൻ വീട്ടിൽ കിടന്നായിരുന്നു ഇവരെ മുമ്പില്. ഇവരങ്ങ് തുള്ളിച്ച്. പിന്നെ അച്ഛന്റെ കിരീടം മത്തളല്ലേ, അത് ഇപ്പോഴും വീട്ടിലിരിപ്പുണ്ട്. ആ മത്തളത്തിലെ ഒരു കുരുമുളക് ഇട്ട് വെച്ചേക്കുന്നത്. ദേ രാജു. മോനെ ജയ, ആ ലക്ഷവനോടതേ. നാളെ ഇതാരുടെ വെഡിങ് കാർഡ്? കണ്ട കണ്ട. ഇതെന്താ എന്റെ പേര് ലെറ്ററിനകത്ത്? പിന്നെ കല്യാണക്കത്തില് കല്യാണ ചെറുക്കന്റെ പേര് വേണ്ടേ? എന്ന് വെച്ചാ എന്തോ നളിയത്? ഇത് അളിയന്റെ രമ്യയുടെ കല്യാണ കുരിയുടെ മോഡലാ. ഞാൻ അറിയാതെ എന്റെ കല്യാണം ആര് തീരുമാനിച്ചു? ഇതെന്താ വെള്ളരിക്കപ്പെട്ടെന്നാണോ? ആര് തീരുമാനിച്ചു ഇതൊക്കെ? മോനെ, ഞാനാ തീരുമാനിച്ചേ. അമ്മ തീരുമാനിച്ചെന്നോ? മോനെ, നീ എതിർക്കില്ലാന്ന് കരുതി ഞാൻ രുക്മിണിക്ക് രമ്യയ്ക്കും വാക്കു കൊടുത്തു. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി കൊടുക്കാന്ന്. രുക്മിണി ഹരീഷിനെയും ശ്രീലക്ഷ്മി അംഗീകരിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല മോനെ. ദൈവത്തെ സാക്ഷിയാക്കി ഞാൻ വാക്കു പറഞ്ഞു. നീ എന്റെ മകനാ. എന്നെ നീ ജീവനെ പോലെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അകലേ നോവിനാലേ